അല്ല, സിദ്ധാർത്ഥം വിക്കി എവിടെ? കാണുന്നില്ലല്ലോ. അവരെങ്ങനെ എത്രയും വേഗം വരും മുത്തശ്ശി? ഇന്ന് എന്തായാലും വരാൻ ഒരു 10-11 മണിയെങ്കിലും ആവും. വേദാന്തിനെയും കാണുന്നില്ലല്ലോ. അവൻ ജിമ്മിൽ പോയിരിക്കുവാണോ? അവൻ ജിമ്മിലേക്ക് പോയിട്ടില്ല. പോകുമായിരിക്കും. അവൻ വർക്കൗട്ട് ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കില്ല. ചേട്ടൻ വന്നല്ലോ. ചേട്ടൻ ഭക്ഷണം കഴിക്കേ. വേണ്ട ആരതി, ഞാൻ പിന്നെ കഴിച്ചോളാം. അമ്മേ, എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. പറയ് വേദാന്ത്. അത് വേറൊന്നുമല്ല. നാളെ നമുക്ക് വീട്ടിലൊരു പൂജ നടത്തിയാലോ എന്ന് ആലോചിക്കുക. ഈ വെള്ളം കുടിച്ചോ. തൊണ്ടയിൽ കുടുങ്ങിയെന്നാ തോന്നുന്നത്. മേലോട്ട് നോക്കാം, ശരിയാവും. ആദ്യ ശ്രദ്ധിച്ചു കഴിക്കേ. അവൾക്ക് പൂജയെ പറ്റി കേട്ടോണ്ടാ കുടുങ്ങിയ തോന്നുന്നു. സത്യേട്ടാ, ശരിക്കും അതാ ഉണ്ടായത്. നീ ആദ്യമായിട്ടല്ലേ ദൈവത്തിന്റെ കാര്യം പറയുന്നേ? അത് തന്നെ വലിയ കാര്യം. അത് മാത്രല്ല, ഈ വീട്ടിൽ തന്നെ പൂജ ചെയ്യാന്ന് പറഞ്ഞ നിന്നെ ആദ്യം മുതൽ കണ്ടുവളർന്ന എനിക്ക് ഇതൊക്കെ എങ്ങനെ ദഹിക്കുന്നു പറ. കാരണമില്ലാതെ ഞാൻ ഒന്നും പറയില്ലല്ലോ. ആരതി കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം നമ്മൾ പൂജ നടത്തിയിട്ടില്ല. കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ഒന്ന് നടത്തിയാലോ എന്ന് ചോദിച്ചതാ. ഒരു ദിവസം അല്ലെങ്കിൽ വേറൊരു ദിവസം നിന്റെ വായന്ന് ഇങ്ങനെ ഒരു വാക്ക് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. കൊള്ളാടാ കൊച്ചുമോനെ. നീ എന്റെ കൊച്ചുമോനായതിൽ ഞാൻ സന്തോഷിക്കുന്നു. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഒന്നിനും ഒരു ഒരുക്കവും ഇല്ലാതെ പെട്ടെന്ന് വന്നൊരു പൂജ ചെയ്യാന്നൊക്കെ ഇവൻ പറഞ്ഞ. നീ എല്ലാത്തിനും ഇങ്ങനെ തടസ്സം പറയണ്ട സുഹാസിനി. മകനായിട്ടുള്ള അവൻ ഈ പൂജാകാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോ അമ്മയായ നീ അത് സപ്പോർട്ട് ചെയ്യുകയല്ലേ വേണ്ടത്. അതല്ലാതെ ഇങ്ങനെ നീ വെറുതെ തടസ്സം പറയല്ലേ. അമ്മ അങ്ങനെയാണെങ്കിൽ ഞാനിത് ഫൈനലൈസ് ചെയ്തോട്ടെ അമ്മേ. നീ ധൈര്യമായിട്ട് ചെയ്യുമോനെ. അതിനെന്ത് സഹായം വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ ചെയ്തു തരാമല്ലോ. നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയാ താമസിക്കാതെ അതങ്ങ് ചെയ്തേക്കണം. നല്ലതേ നടക്കൂ. നീ വേറൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. താങ്ക്സ് മുത്തശ്ശി. വേദാന്ത്, നീ ഇന്ന് ജിമ്മിൽ പോകുന്നില്ലേ? ഇല്ലമ്മേ, നാളത്തെ ജോലിയൊക്കെ നോക്കണ്ടേ. നാളെ കുറച്ചുകൂടെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് ഇന്നത്തെ മേക്കപ്പ് ചെയ്യാം. നടക്കട്ടെ നടക്കട്ടെ. ഇതൊക്കെ ആരുടെ സ്വാധീനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആരതി, നീ ഇനി മുതൽ ഇഡലി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നല്ല ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കറക്റ്റ് കറക്റ്റ്. അത് നോക്കമ്മ, അമ്മയുടെ രാജകുമാരി എൻട്രി ആവുന്നുണ്ട്. അവളോടും കുറച്ച് ജോലി ചെയ്യാൻ പറ. പാവാണ്. ആ, അപ്പൊ ഞങ്ങളൊക്കെ പാപികളാണോ? അയ്യോ, അങ്ങനെയൊന്നും അല്ല മോളെ. അവള് ജോലിക്ക് പോകുന്നതല്ലേ, കഷ്ടപ്പെട്ടല്ലേ സമ്പാദിക്കുന്നല്ല. നീയാണെങ്കി വീട്ടിലല്ലേ ഉള്ളത്, അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞേ. എന്റെ പഠിത്തമൊന്നും തീർന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാനും ജോലിക്ക് പോയേനെ. ഞാൻ എന്ത് ചെയ്യാനാ? എന്തിനാടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? അമ്മേ, ഇവിടെ ഇപ്പോഴും കൊച്ചുകുട്ടിയാ. ഇതുവരെ വലിയ കുട്ടി ആയിട്ടില്ല. അമ്മോ, പാവം മോളല്ലേ അവള്. എന്തിനോ അവളെ നീ ഇങ്ങനെ കണ്ണു വെക്കുന്നു? എന്റെ പൊന്നു മുത്തല്ലേ അല്ലേ മോളെ? എനിക്ക് ഇവള് മാത്രമൊന്നും അല്ല, നിങ്ങളും എനിക്ക് വലിയ കുട്ടികളൊന്നും അല്ല.
എന്തു പറ്റി? എന്തിനെങ്ങനെ ബേളം വെക്കുന്നേ നീ? അമ്മേ, നമുക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ ചേച്ചി അത്? വേദാന്ത് എനിക്കൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അമ്മേ, നാളെ വേദാന്തിന്റെ വീട്ടിൽ വെച്ച് വലിയൊരു പൂജ നടത്തുന്നുണ്ടെന്ന്. ആണോ? ഒത്തിരി സന്തോഷം എനിക്ക്. അല്ലമ്മു, അപ്പോഴേ നീ പറഞ്ഞില്ലേ അതെന്തോ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന്? അതെന്താ അത്? പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇടയ്ക്ക് കയറി സംസാരിച്ച ഇങ്ങനെ ഇരിക്കും. നാളെ പൂജയ്ക്ക് ഇരിക്കുന്നത് ചേച്ചിയും വിക്കി ചേട്ടനും ആണെന്ന്. ആണോ? ഇപ്പൊ നോക്ക്, നീ പറഞ്ഞ പോലൊക്കെ തന്നെ നടന്നു. നടക്കട്ടെ, നല്ല കാര്യമാണ് കേട്ടോ മോളെ. ചേച്ചി, അവര് നമ്മളുടെ അടുത്ത് കാര്യം മാത്രം പറഞ്ഞല്ലോ, അതോ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടോ? ഏയ്, കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ വിളിക്കാതിരിക്കോ? നമ്മളെല്ലാരും ഇന്ന് തന്നെ അങ്ങോട്ട് പോണം. വേദാന്ത് തന്നെ എനിക്ക് നേരിട്ട് മെസ്സേജ് അയച്ച് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നേ. വൗ, സൂപ്പർ! ആദ്യം അതിന് ചേച്ചിയെ വിളിച്ചിട്ട് ഏത് ഡ്രസ് ഇടണമെന്ന് ഡിസൈൻ ചെയ്യണോ? ഒന്നും മിണ്ടായിരിക്കും പെണ്ണെ, അവരുടെ വീട്ടിലെ കല്യാണം ഒന്നും നടക്കുന്നില്ല. വെറുതെ ഇരിക്കാമേ. നമ്മളെല്ലാരും ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അവിടെ പോകുന്നേ. അതും അവിടെ താമസിക്കാനായിട്ട്. ഇതൊരു ആഘോഷം തന്നെയാണ്. എടി കൊരവി, കൈ കഴുകിയിട്ട് പോ. അമ്മു, നമ്മൾ അവിടെ പോകുന്നത്, താമസിക്കുന്നത് അതൊക്കെ അമ്മേ, പോണ്ടാന്നാണോ? വേണ്ടെന്നല്ല മോളെ, അതൊക്കെ ശരിയാവോ? സുഹാസിനെ കുറിച്ച് നിനക്കറിയാലോ. അമ്മേ, നമ്മളിപ്പോ ആലോചിക്കേണ്ടതേ സുഹാസിനി ആന്റിയെ പറ്റിയല്ല, വിക്കി ചേട്ടനെയും വേദാന്തിനെയും പിന്നെ നമ്മുടെ ചേച്ചിയെ പറ്റിയാ. നമ്മളെല്ലാരും കൂടി അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അവർക്ക് എത്ര സന്തോഷാവും. അതുമാത്രല്ല, ചേട്ടനും ഇപ്പൊ അവിടെയല്ലേ ഉള്ളത്. ശരി, എല്ലാവരും അവിടെ ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് എനർജി എന്ന് പറഞ്ഞ. നിക്ക്, ഞാനേ വേഗം ഒന്ന് അച്ഛനെ വിളിച്ചു പറയട്ടെ. എന്റെ മെമ്മറി കുറഞ്ഞു പോയതാണോ അതോ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. പണ്ടൊക്കെ എന്ത് സാധനം അന്വേഷിച്ചാലും അതിരിക്കുന്നിടത്ത് തന്നെ ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. ആന്റി, സാഹിത്യ, എന്താ ഇത്? അത് ഒന്നുമില്ല ആന്റി. ഞാൻ എപ്പോഴാ വരികയെന്ന് ആന്റിക്ക് അറിയായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ വന്നു എന്ന് അറിയിക്കാൻ വേണ്ടി ഓടി വന്നതാ, അത്രേ ഉള്ളൂ. നോക്ക്, മിഡിൽ ക്ലാസ് ആൾക്കാരെ പോലെ ഇങ്ങനെ സംസാരിക്കരുത്. നീ എന്റെ മുമ്പിൽ നിൽക്കുമ്പോ നീ ഇവിടെ വന്നിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞാലേ അറിയത്തുള്ളൂ. ഒരുമാതിരി പൊട്ടന്മാരെ പോലെ സംസാരിക്കരുത്. നമ്മൾ ഒരിടത്ത് ചെന്നാ അവിടെയുള്ള എല്ലാവരും നമ്മളെ ആയിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. അതാണ് നമുക്ക് കിട്ടുന്ന റെസ്പെക്ട്. സോറി ആന്റി, ഞാൻ ഇനി മുതൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്തോളാം. വെറുതെ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞതുകൊണ്ടായില്ല, അതിനുവേണ്ടി ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ വേണം. സോറി എന്ന് പറഞ്ഞല്ലോ ആന്റി, പിന്നെ എന്തിനാ ഇത്രയൊക്കെ സംസാരിക്കുന്നേ? അത് വിടൂ. നിങ്ങളുടെ ഈ ജനറേഷനോട് ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കാനും സഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അയ്യോ, അങ്ങനെയൊന്നും അല്ല ആന്റി. അത് വിട്. ആന്റി എന്തോ അന്വേഷിക്കാൻ തോന്നുന്നു. എന്റെ അമ്മ എനിക്ക് പാരമ്പര്യമായിട്ടൊരു വളയുടെ സെറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് നാളെ പൂജയുടെ സമയത്ത് എല്ലാവരുടെ മുന്നിൽ വെച്ച് നിനക്ക് തരാന്നാ വിചാരിച്ചത്. ഇപ്പൊ നോക്കിയിട്ട് അതെവിടെയാ വെച്ചെന്ന് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. അപ്പോ ആ ആന്റിക് ബാംഗിൾസ് നിങ്ങൾ എനിക്ക് തരാനാണോ ഉദ്ദേശിക്കുന്നത്? അതെ, അത് ശരിക്കും പറഞ്ഞ ഒരു ചടങ്ങാ. ഈ വീട്ടിലേക്ക് മരുമകളായി വരുന്നവൾക്ക് കൊടുക്കാനുള്ളതാ അത്. എന്തു പറ്റി? അത് കളഞ്ഞുപോയോ? സാഹിത്യ, നീ എന്ത് വിവരക്കട പറയുന്നേ? ഇത് സുഹാസിനി മേനോന്റെ വീടാണെന്ന് നീ മറന്നു പോയിരിക്കുന്നു. ഇവിടെ മോഷണം നടക്കാനുള്ള സാധ്യതയില്ലെന്നുള്ള കോമൺ സെൻസ് നിനക്കില്ലേ? അല്ല, അത് തേടിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞില്ലേ? ഇത്രയും സിസ്റ്റം ഉള്ള ഒരു വീട്ടില് ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനം ആരും എടുത്തോണ്ട് പോകാൻ ചാൻസ് ഇല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ആദ്യ, ആദ്യ, ആമേ, നിന്റെ മുത്തശ്ശി എനിക്ക് ടെമ്പിൾ ഡിസൈനിലുള്ള ഒരു വള തന്നിട്ടുണ്ടായിരുന്നു. നീ അതെവിടെയും കണ്ടോ? ഓ അതോ, അത് പണ്ടേ മുത്തശ്ശി അമൂലിക്ക് കൊടുത്തല്ലോ. എന്താ പറഞ്ഞേ?
അമ്മയത് അമൂല്യക്ക് കൊടുത്തെന്നോ? അത് ഈ വീട്ടിലുള്ളവർക്ക് അവകാശപ്പെട്ടതാ. അത് ഈ വീട്ടിലെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണെന്ന് അറിയില്ലേ? ഞാൻ പോലും അത് ശരിക്കും ഇട്ടിട്ടില്ല. എന്നിട്ട് എന്നോട് ചോദിക്കാതെ അമ്മ എങ്ങനെയാ കൊടുത്തത്? അതുമല്ല, അങ്ങനെ ഒരു വള ഇടാനുള്ള എന്ത് യോഗ്യത അവൾക്കുള്ളത്? അവൾ ആരാണെന്ന് വിചാരിച്ചിട്ടാ? ഛേ, മക്കളെ, ഈ കാലത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും കിട്ടും. പൈസ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. പക്ഷെ പൈസ കൊടുത്താലൊന്നും കിട്ടാത്തത് നമ്മുടെ ഒത്തൊരുമയാണ്. ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ എല്ലാവരും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. എപ്പോഴും ഇങ്ങനെ വഴക്കിട്ടുണ്ടിരുന്നാൽ എന്താ അതിലൊരു സന്തോഷം? അയ്യോ അച്ഛാ, അച്ഛൻ എന്തിനാ ഇതിനൊക്കെ തീരുമാനം ഉണ്ടാക്കാൻ നിൽക്കുന്നേ? ഇവരുടെ വഴക്കിനെ പാലിഡിറ്റി കുറവാ. ഇന്ന് ഇവര് വഴക്കിടും, നാളെ രാവിലെ ആവുമ്പോഴേക്കും അതൊക്കെ ശരിയാവും. നാളെ വരേക്കും ടൈമൊന്നുമില്ല മോളെ. ഇന്ന് തന്നെ വേദാന്തിന്റെ വീട്ടിൽ പൂജയ്ക്ക് പോകണമെന്ന് നീ ഫോൺ ചെയ്ത് പറഞ്ഞില്ലേ? അതിലിപ്പോ എന്താ അച്ഛാ പ്രശ്നം? ഈ അഹങ്കാരി അവിടെ ഉണ്ടാവും, പിന്നെ കണ്ണൻ ചേട്ടനും ഉണ്ടാവും. എല്ലാം ഓക്കെ ആവുന്നേ. അമൂല്യ, സോറി, എനിക്ക് വരാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും കൂടെ പോയിട്ട് വാ. അവളോട് വഴക്കിട്ടോണ്ടാണോ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? ചേച്ചേ, അങ്ങനൊന്നും അല്ല. അതല്ലെങ്കിൽ പിന്നെന്താ? വീട്ടില് ആരും ഉണ്ടാവില്ലല്ലോ. ആരേലും ഒരാൾ ഇവിടെ നിൽക്കുന്നത് നല്ലതല്ലേ? നീ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ കൂടെ വരുന്നതല്ലേ ലാഭം മോനെ? അതിലെന്ത് ലാഭമുള്ളതെങ്കിൽ? ഉണ്ട് മോനെ. ഞാൻ നിന്നെ വേദാന്തിനെ പരിചയപ്പെടുത്തി തരാം. നിനക്ക് നല്ലൊരു ജോലി വാങ്ങിച്ചു തരാന്ന് വേദാന്ത് അന്നേ പറഞ്ഞിരുന്നു. നിങ്ങളുടെ കരുതൽ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇങ്ങനെ ഫംഗ്ഷന് പോയിട്ട് ഫേവർ ചോദിക്കുന്നത് നല്ലതല്ല അങ്കിൾ. അതിലൊരു പ്രശ്നമില്ല മോനെ. വേദാന്ത് നല്ലൊരു പയ്യനാണ്. അവൻ അങ്ങനെയൊന്നും വിചാരിക്കില്ല. കുഴപ്പമില്ല, അവരുടെ അഡ്രസ് എനിക്ക് തന്നെ. ഞാൻ വേറൊരു ദിവസം പോയി കണ്ടോളാം. വേണ്ട കണ്ണ, അതൊന്നും വേണ്ട. നീ ഇപ്പൊ വന്നേ പറ്റൂ. അതിനുവേണ്ടി അപ്പോയിന്റ്മെന്റ് എടുത്ത് പോകുന്നതൊന്നും ശരിയല്ല. നീ ഇപ്പൊ ഈ കുടുംബത്തിലെയാ. അപ്പൊ കുടുംബമായിട്ട് ഒന്നിച്ചു പോകുന്നതാണ് നല്ലത്. അതിനൊരു ബലമുണ്ട്. എന്നാലും അങ്കിൾ, നിന്റെ മടിയൊക്കെ മാറ്റിവെക്കുക. ഇത് നിന്റെ അഭിമാന പ്രശ്നമായിട്ടൊന്നും കാണണ്ട. നീ വരുന്നു, അത്ര തന്നെ. വരണമെന്ന് പറഞ്ഞ വരണം. ശരി അങ്കിൾ. കണ്ണൻ ചേട്ടാ, വേഗം റെഡി ആയിട്ട് വാ. അമൂല്യ, ഒരു മിനിറ്റ്. എനിക്ക് പ്രോഗ്രാമിന് വരാൻ താല്പര്യമില്ല. പക്ഷെ ആ കാര്യം അങ്കിളിനോട് തുറന്നു പറയാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാ സമ്മതിച്ചത്. പ്ലീസ്, നിങ്ങളൊന്ന് പറയൂ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, ഒരു ഹെൽപ്പ് ചെയ്യ് പ്ലീസ്. അയ്യോ, അതിനൊക്കെ എന്തിനാ ഹെൽപ്പ് എന്നൊക്കെ പറയുന്നേ? ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. എല്ലാം ഞാൻ നോക്കിക്കോളാം. സിദ്ധാർത്ഥ്, റെഡിയല്ലേ? പിന്നെന്താ, ഞാൻ റെഡി ആയിട്ട് ഒരുപാട് സമയമായി. പക്ഷെ എനിക്കൊരു കാര്യത്തില് ഒരു കൺഫ്യൂഷൻ ഉണ്ട് വേദാന്ത്. നാളെ നമ്മുടെ വീട്ടിൽ നടക്കാൻ പോകുന്ന പൂജയെ പറ്റിയ താനീ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല വേദാന്ത്, ദൈവം ഇല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനൊരു പ്രപ്പോസല്. എനിക്ക് ദൈവത്തിൽ വിശ്വാസമൊക്കെ ഉണ്ട് സിദ്ധാർത്ഥ്. പക്ഷേ അന്ധമായിട്ട് ഞാൻ ഒന്നിലും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് സത്യം തന്നെയാ. ഈയിടെയായിട്ട് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ കുറച്ച് സോഫ്റ്റ്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. സിദ്ധാർത്ഥ്, മുത്തശ്ശി കല്യാണത്തിന് മുമ്പ് തന്നെ നമ്മുടെ വീട്ടിൽ പൂജ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണ സമയത്ത് നമുക്കതൊന്നും ചെയ്യാനേ പറ്റിയില്ലല്ലോ. അതുകൊണ്ടാ വീട്ടിൽ ഐശ്വര്യം വരാൻ ഈ പൂജയൊക്കെ നല്ലത് തന്നെയല്ലേ. അതുകൊണ്ടാണ് ഞാനിതൊക്കെ അറേഞ്ച് ചെയ്തത്. ആ, കുഴപ്പമില്ല വേദാന്ത്, നിങ്ങൾ ചെയ്തത് കറക്റ്റാ. ശരി, നമുക്കെന്നാ പോവാം. വേദാന്ത്, എന്താ അമ്മേ? നീ എന്തോ ജോലിക്ക് വേണ്ടി പോവാന്നറിയാം. നിന്നെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഇവിടെ ഒരു പൂജ വെച്ചതുകൊണ്ടാണ്.
എനിക്കിപ്പോ ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. എന്നോട് എന്തിനാ അമ്മേ ഈ ഫോർമാലിറ്റീസ് ഒക്കെ? എന്താന്ന് വെച്ചാ ചോദിച്ചോളൂ. എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വർണ്ണ വളകളുടെ ഒരു സെറ്റുണ്ട്. അത് അമ്മയെടുത്ത് അമൂല്യക്ക് ഇടാൻ വേണ്ടി ഒന്ന് കൊടുത്തു എന്ന്. അതിപ്പോഴും അവളുടെ കയ്യിൽ തന്നെ ഉണ്ട്. നിനക്ക് അവളോട് ചോദിച്ച് അത് വാങ്ങിത്തരാൻ പറ്റൂ?